എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിലൊരു വാർത്ത കണ്ടോ? ആം ആദ്മി പാർട്ടി ഈ വരുന്ന ഇലക്ഷനിൽ കേരളത്തിൽ 140 മണ്ഡലത്തിലും മത്സരിക്കുന്നു. 140 മണ്ഡലത്തിൽ മത്സരിക്കുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു സീറ്റിലെങ്കിലും ആം ആദ്മി ജയിക്കുമോ? ഒരു സീറ്റിൽ പോലും ജയിക്കില്ല. 10,000 വോട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ പിടിക്കുമോ? അതും പിടിക്കില്ല. എന്ന് പറഞ്ഞാൽ ജയിക്കുകയില്ലെന്നും പിന്നെ മാന്യമായ വോട്ട് പിടിക്കുകയില്ലെന്നും ഉറപ്പുള്ള ആം ആദ്മി കേരളത്തിൽ എന്തിനു മത്സരിക്കുന്നു? അത് ഞാൻ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞേക്കാം എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കും പ്രകാരം ഈ SIR വരുന്നതിന് മുമ്പ് 2.25 കോടി വോട്ടർമാരുണ്ടെന്നാണ് പറയുന്നത്. 2.25 കോടി വോട്ടർമാരുള്ളപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 70% ആളുകളാണ് വോട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 1,90,00,000. ഈ 1,90,00,000-ത്തിനകത്ത് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും അവരുടെ കുടുംബങ്ങളും സജീവ രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ കൂട്ടിയാൽ 15 ലക്ഷം ഉള്ളത്. ഈ 15 ലക്ഷത്തിൻ്റെ വീട്ടിൽ ഒരു 4 പേരോ 5 പേരോ വെച്ച് കൂട്ടിയാൽ 4 പേര് വെച്ച് കൂട്ടിയാൽ 60 ലക്ഷമുണ്ട്. ഈ 60 ലക്ഷത്തിൽ ഒരു 90% LDFകാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു 55-56 ലക്ഷം വോട്ട് LDFിൻ്റെ കയ്യിലുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം LDFിന് കിട്ടിയതെന്ന് പറയുന്നത് 40% റൗണ്ട് ചെയ്ത് വോട്ടാണ് കിട്ടിയത്. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കിട്ടിയത് 40% റൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 75 ലക്ഷം വോട്ട് മിച്ചം. അപ്പോൾ ഏതാണ്ട് ഈ 55 ലക്ഷം ഈ ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബാംഗങ്ങളും പെൻഷൻകാരും ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ സ്ഥിരം അന്തംസ് രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് LDFിന് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള വോട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഫിക്സഡ് ആയിട്ടുള്ള പെൻഷൻ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് കഴിഞ്ഞിട്ട് ഒരു 10-11% കൂടെ കിട്ടി അവർ അധികാരത്തിൽ വരും. ഇതുപോലെ തന്നെ ഏതാണ്ട് 40% കിട്ടിയാൽ UDF അധികാരത്തിൽ വരും. അപ്പോൾ ഇവരുടെ കയ്യിൽ LDFകാരുടെ കയ്യിൽ ഇത്ര വോട്ട് ഫിക്സഡ് ആയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും ഇനിയിപ്പോൾ ഇതേ ജയിലിലോട്ട് ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പം ഈ അന്തംസിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഏതാണ്ട് ഇവർക്ക് അടുത്തടുത്തുണ്ട്. ഇത് കുറച്ച് പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വോട്ട് ചെയ്യലെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ ചെയ്യണം? UDF അധികാരത്തിൽ വരണമെങ്കിൽ ഈ 40% വോട്ട് കിട്ടണം. ഈ 40 കിട്ടാതിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറയ്ക്കണം, അല്ലെങ്കിൽ വോട്ട് തല്ലിക്കളയണം. ഈ വോട്ട് തല്ലിക്കളയാനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ആം ആദ്മിയെ കൊണ്ട് നിർത്തുന്നതിൻ്റെ ഉദ്ദേശം. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ഈ ആം ആദ്മി കേരളത്തിൽ മത്സരിച്ചത് കൊണ്ട് ആം ആദ്മിക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങോട്ട് മീറ്റിങ്ങിന് പോകാൻ നേരത്ത് അവനവൻ്റെ കസേര എടുത്ത് തലേ കമത്തി വെച്ച് പോയി മീറ്റിങ്ങും കഴിഞ്ഞ് ആ കസേര എടുത്ത് തലേ കമത്തി വെച്ച് തിരിച്ചു വരുന്ന പണ്ട് കാലത്ത് സർവീസിലുണ്ടായിരുന്ന ഇരുന്ന കാലത്ത് ആർക്കും ഒരു ഗുണമില്ലാതിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്മമരമായി മാറിയവന്മാരായി ആം ആദ്മിക്കാർ. ഇവന്മാർക്ക് ചെന്നാൽ നാട്ടുകാർ വല്ല വോട്ട് ചെയ്യുമോ? ഓരോ ഡൽഹിയിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പേരെന്ന് പറഞ്ഞാൽ അസാധ്യ പേരുമല്ലേ. അപ്പോൾ എന്നത്തിനും ഇവിടെ മത്സരിക്കുന്നത്? ജയിക്കുകയെന്ന് ഉറപ്പുണ്ടെങ്കിലും കുറച്ച് വോട്ടങ്ങ് തല്ലിച്ച് കളയാം. സഖാക്കന്മാരുടെ ഒറ്റ വോട്ടെങ്കിലും തല്ലിച്ച് കളയാൻ ഇവരെ കൊണ്ട് പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ ആരുടെ വോട്ട് പോവും? കുറേ നിഷ്പക്ഷക്കാരുടെ വോട്ടും കുറേ ആടി ഒലഞ്ഞ് നിൽക്കുന്നവരുടെ വോട്ട് കൊണ്ട് കളയും. വോട്ട് കൊണ്ട് കളയുമ്പോൾ ആർക്കാ ഗുണം? LDFിനെ അതിനകത്ത് ഗുണമുള്ളൂ. സത്യത്തിൽ കെജ്രിവാളിനോടും പാർട്ടിയോടും പറയട്ടെ, കേരളത്തിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് LDFിനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ഫലം അങ്ങനെ വരുള്ളൂ. നിങ്ങൾ ഇത്രയും പൈസയും മുടക്കി ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു സീറ്റ് പോലും ജയിക്കുക അല്ലെങ്കിൽ വെറുതെ തല്ലിച്ച് കളയുന്ന എന്നത്തിനാ? വെറുതെ ഒന്നുകൂടെ എന്തിനായി കേരള ജനത്തിൻ്റെ മണ്ഡലത്തിൽ തീ കോരിയിടുന്നതോ? അതുകൊണ്ട് ഇത് കലക്കുക, കുളം കലക്കുക, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ. ഇതെല്ലാം ജനം തിരിച്ചറിയണം. അതുകൊണ്ട് പൊതുജനത്തോട് പറയട്ടെ, നിങ്ങൾ ഈ വോട്ടിങ് വരുന്ന ദിവസങ്ങളിൽ ഈ ജയിക്കുകയില്ലെന്ന് ഉറപ്പുള്ളവനെല്ലാം പോയി ഇങ്ങനെ കലക്കം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പരമാവധി നേരത്തെ വോട്ട് ചെയ്യണം. അല്ലെങ്കിൽ പരമാവധി വോട്ടിങ്ങിൻ്റെ ഒക്കെ ശതമാനം കുറയ്ക്കാനുള്ള പരിപാടികൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ LDFിന് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. വോട്ടുകൾ ഒന്നുപോലും ചെതറിപ്പോകാതെ നോക്കണമെന്നുള്ളതാണ് പ്രധാന കാര്യം. വോട്ടുകളെല്ലാം അതിലെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഈ വോട്ട് അവിടെ കൃത്യമായിട്ട് വീഴും. അധികാരവർഗം അവർ വീതിച്ചെടുത്തോണ്ടിരിക്കുക. ഇവിടുത്തെ പൊതുജനം വോട്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തലങ്ങും വിലങ്ങും കുത്തി നടക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കിയോ, ഇച്ചിരി കഴിയുമ്പോഴത്തേനും കുറച്ച് പേരിൻ്റെ അപരന്മാരൂടെ കുറേ വരും. ഇഷ്ടംപോലെ പേരിന് അപരന്മാരുണ്ടല്ലോ. അങ്ങനെയുള്ള കുറേ നാറികളിലൂടെ വന്നു കഴിയുമ്പോഴത്തേനും കുറേ വോട്ട് അപ്പോൾ കാരണവന്മാർക്കൊക്കെ കുത്തിപ്പറിച്ചൊക്കെ മാറിപ്പോവും. അങ്ങനെയും കൂടെ പോയി കഴിയുമ്പോൾ സകല വഴിക്കും പോയി കഴിയുമ്പം വീണ്ടും ഈ അധികാരവർഗം തന്നെ പിന്നെ വരും. ഇത് കൂട്ട് തന്ത്രങ്ങളിലൊന്നും പോയി കുടുങ്ങരുത്. ഈ
പ്രസ്ഥാനങ്ങളെ നോക്കുന്നതിൽ ഉപരി സംസ്ഥാനത്തിൻ്റെ താല്പര്യം നോക്കണം. എന്ന് വ്യക്തികളെ നോക്കുന്നതിൽ അധികമായി സംസ്ഥാനത്തിൻ്റെ താല്പര്യം നോക്കണം. ഈ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന മൾട്ടി പാർട്ടിയാണ്, 2 പാർട്ടിയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ കേരളത്തിലൊക്കെ അല്ലെ ഇന്ത്യയിലൊക്കെ അങ്ങനത്തെ സംവിധാനം വരണം. 2 ചേരി ഉള്ള ഈർക്കിലി പാർട്ടി കുറ്റിച്ചൂല് നാശം എല്ലാം കൂടെ വന്നു കഴിഞ്ഞ് ഉള്ള വോട്ടെല്ലാം ചെതറിച്ച് കുറച്ച് പിരിച്ചു എടുത്ത് കുറച്ച് ഇടപാടും ചെയ്ത് കഴിയുമ്പം അവസാനം നാട് മുടിപ്പിക്കുന്ന നാശങ്ങളല്ലേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കണക്ക് കൃത്യമായിട്ടൊന്ന് ഓർത്തിരുന്നോണം. 40% ഒക്കുന്നില്ലെങ്കിൽ വോട്ടിംഗ് മൊത്തം ശതമാനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ കുറേ വോട്ട് ചെതറിക്കുകയോ ചെയ്യുക എന്നതാണ് ജയിക്കാനായിട്ട് LDF ഉപയോഗിക്കുന്ന തന്ത്രം. ആ തന്ത്രത്തിനാണ് ഇപ്പം തന്ത്രപരമായിട്ട് കൊണ്ട് തലവെച്ച് കൊടുത്തിരിക്കുന്നത് ആം ആദ്മി. ഈ സംസ്ഥാനത്തിന് ഇത് ഗുണമാവില്ല, ഇത് നാശമേ ആവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.